ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആഗമനകാലത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഒന്ന് നോക്കിയാൽ ക്രൈസ്തവ ജീവിതത്തിന് യഥാർത്ഥത്തിൽ നിത്യമായ ആഗമന സ്വഭാവമാണ് ഉള്ളത്. കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന നിലയിലാണ് നമ്മളെപ്പോഴും. അതെ, അവൻ്റെ നിർണായകമായ രണ്ടാം വരവിനായി നമ്മളേവരും കാത്തിരിക്കുകയാണ്. ബൈബിളിൻ്റെ അവസാന വരി പോലും കർത്താവായ യേശുവേ വരേണമേ എന്ന് പറയുകയാണ്. 2000-ലധികം വർഷമായി ക്രൈസ്തവ ജീവിതം അങ്ങനെയാണ്. ഇനി കർത്താവ് വരുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ആഗമനത്തിന് 3 മാനങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി, ചരിത്രത്തിൽ ഇതിനോടകം അവൻ വന്നു. രണ്ടാമതായി, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് യുഗാന്ത്യത്തിൽ തീർച്ചയായും മഹത്വത്തിൽ വീണ്ടും വരും. ഒന്നാമത്തെ വരവ് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ജനവിഭാഗത്തിനിടയിൽ ആയിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ വരവ് മാനവരാശിക്ക് മുഴുവൻ വെളിപ്പെടുന്ന വിധത്തിലായിരിക്കും. അതൊരുപക്ഷെ നാളെയാകാം, അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് ശേഷമോ ആകാം, നമുക്കറിയില്ല. എന്നിരുന്നാലും അവിടുന്ന് വീണ്ടും വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്. മാത്രമല്ല, നമ്മുടെ മരണത്തോടു കൂടി തനതു വിധിയിൽ അഥവാ പർട്ടിക്കുലർ ജഡ്ജ്മെന്റിൽ അവിടുത്തെ കാണുമെന്നത് നിസ്സംശയമാണ്. ഇവയ്ക്ക് രണ്ടിനുമിടയിലെ ക്രിസ്തുവിന്റെ വരവിന് ഒരു മൂന്നാമത്തെ മാനവും കൂടിയുണ്ട്. അത് ഇപ്പോൾ ഓരോ നിമിഷവും അവിടുന്ന് വ്യക്തിപരമായ തലത്തിൽ വരുന്നു എന്നതാണ്. പലപ്പോഴും ഈ മൂന്നാമത്തെ വസ്തുത നാം കാണാതെ പോകുന്നു എന്നതാണ് സത്യം. അതിനാൽ ഇന്നത്തെ വായനയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം ധ്യാനിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ധ്യാനിച്ച സക്കേവുസിന്റെ ജീവിതം തന്നെ നോക്കുക. സക്കേവുസിനോട് യേശു പറയുന്നത്, വേഗം ഇറങ്ങി വരൂ, കാരണം ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇവിടെ വീട് എന്നത് സക്കേവുസിന്റെ ഭൗതിക ഭവനം മാത്രമല്ല, അവന്റെ ഉള്ളം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് ആഗമന കാലത്തിൽ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. നക്ഷത്ര വിളക്കുകൾ തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും ഭൗതിക ഭവനം അലങ്കരിക്കുമ്പോൾ തിളങ്ങേണ്ടത് നമ്മുടെ ഉള്ളങ്ങൾ കൂടിയാണ്. എങ്ങനെ അത് സാധ്യമാക്കാം? ഇന്നത്തെ 1-ാം വായനയിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. കർത്താവ് ഇസ്രായേലിനെ നിശ്ചയമായും ഭരിക്കുന്ന ദിവസത്തിന്റെ നിറവേറലിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ക്രിസ്തു എല്ലാ ജനതകളെയും ഭരിക്കാൻ വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ പ്രവചനവും പ്രതീക്ഷയുമാണിത്. അതേസമയം തന്നെ ക്രിസ്തു നമ്മെ വ്യക്തിപരമായി ഭരിക്കാൻ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ പ്രതീകാത്മക പ്രകടനം കൂടെയാണിത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും ഇത് വായിച്ചാൽ, കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നമ്മിൽ ഭരിക്കാൻ വരുമ്പോൾ അവൻ ഏറ്റവും ഉയർന്ന മൂല്യമായിരിക്കണം എന്നതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന പർവ്വതമുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ തൊഴിൽ, സമ്പത്ത്, അന്തസ്സ്, ആരോഗ്യം, കുടുംബം, പേരും പെരുമയും, അതുമല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അഹംഭാവവും ഒക്കെ ആയിരിക്കാം. എന്നാൽ അനുദിന ജീവിതത്തിൽ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ഉയർന്ന പർവ്വതം. ലളിതമായ ഒരു കാര്യമല്ല, വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയാണിത്. എന്നാൽ ക്രിസ്തു ഉയർന്ന മലയായാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന്. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകുമെന്നത് നമ്മുടെ എല്ലാ ഘടകങ്ങളും, അതായത് നമ്മുടെ എല്ലാ വികാരങ്ങളും, വിചാരങ്ങളും, ഇഷ്ടങ്ങളും, നമ്മുടെ വ്യക്തിഗത പദ്ധതികളും ആസൂത്രണങ്ങളും, നമ്മുടെ സൗഹൃദങ്ങളും വിനോദങ്ങളും ഹോബികളും, അങ്ങനെ നമ്മുടെ എല്ലാം തന്നെ ക്രിസ്തുവിലേക്ക് ഒഴുകിയെത്തുമെന്ന് പറയുകയാണ്. അതായത് യേശു ഏറ്റവും ഉയർന്ന മൂല്യമായി ജീവിതത്തിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മിലുള്ള മറ്റെല്ലാം ആ മഹത്തായ മൂല്യത്തിലേക്ക് ഒഴുകുന്നു എന്നർത്ഥം. അതിനാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം അവനാണോ എന്നതാണ് ചോദ്യം. അവൻ പല താല്പര്യങ്ങൾക്കിടയിലെ കേവലം ഒരു താല്പര്യം മാത്രമായി ചുരുങ്ങരുത്, മറിച്ച് അവൻ ഏറ്റവും ഉയർന്നതായിരിക്കണം. അങ്ങനെയെങ്കിൽ ഞായറാഴ്ചയിലേക്ക് മാത്രം മാറ്റി നിർത്തപ്പെടുന്ന ഒന്നായി അവൻ മാറാൻ പാടില്ല. ദൈനംദിന ജീവിതത്തിൽ, പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും
അവനായിരിക്കണം ഉയർന്ന പർവ്വതം. അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ക്രമപ്പെടുത്തലാണ്, അല്ലെങ്കിൽ പുനഃക്രമീകരണമാണ് ആഗമനകാലത്തെ പ്രധാന തയ്യാറെടുപ്പ്. തുടർന്നും യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചിരുവപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യഥാർത്ഥത്തിൽ യെശയ്യാ പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചാണ്, ഇസ്രായേലിന്റെ ദൈവം കേന്ദ്രമാകുന്ന ആ സുന്ദര ദിവസത്തെപ്പറ്റി. എന്നാൽ ഇതുവരെ നമ്മൾ പിന്തുടർന്നു വന്ന വ്യക്തിപരമായ തലത്തിലുള്ള വ്യാഖ്യാന രീതി തന്നെ ഇവിടെയും പ്രയോഗിക്കുന്നതാണ് ഉചിതം. അങ്ങനെയെങ്കിൽ പാപികളായ നാമെല്ലാവരും ഒരു പരിധിവരെ നമ്മോട് തന്നെ യുദ്ധത്തിലാണ്. എൻ്റെ മനസ്സ് ഒരു കാര്യം ആഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ ഇഷ്ടം മറ്റേതെങ്കിലും ആയിരിക്കും. എൻ്റെ വ്യക്തിജീവിതം ഈ ദിശയിലേക്കാണ് പോകുന്നത്, എന്നാൽ എൻ്റെ പൊതുജീവിതം മറ്റൊരു ദിശയിലും. ഒരു വികാരം എന്നെ ഈ വഴിക്ക് തള്ളിവിടുമ്പോൾ മറ്റൊരു വികാരം എന്നെ മറ്റൊരു വഴിയിലേക്ക് തള്ളിവിടുന്നു. ഞാൻ ഒരു ആദർശം പിന്തുടരുമ്പോഴും എൻ്റെ യഥാർത്ഥ ജീവിതം മറ്റൊരു വഴിക്ക് പോകുന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമല്ലെങ്കിൽ നാം തീർച്ചയായും ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഒരു കൂട്ടമായി മാറുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെ അത്തരമൊരു ക്രമത്തെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ക്രിസ്തു കേന്ദ്രമാകുമ്പോൾ, ക്രിസ്തുവാകുന്ന വിശുദ്ധ പർവ്വതം ഏറ്റവും ഉയർന്നതായിരിക്കുമ്പോൾ, നിസ്സംശയമായും നമ്മിലെ എല്ലാം, നമ്മുടെ വികാരങ്ങൾ, ചിന്തകൾ, ഇഷ്ടങ്ങൾ, പ്രവൃത്തികൾ, ആഗ്രഹങ്ങൾ എല്ലാം ക്രിസ്തു എന്ന ഒരേ ലക്ഷ്യത്തിന് കീഴ്പ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ ഇഷ്ടവുമായി വിയോജിക്കുന്നില്ല. എൻ്റെ സ്വകാര്യ ജീവിതം എൻ്റെ പൊതുജീവിതവുമായി ഏറ്റുമുട്ടില്ല. കാരണം അവ രണ്ടും തങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ കർത്താവിന് കീഴ്പ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മിൽ സമാധാനം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ വരുമ്പോൾ വാളുകൾ കലപ്പകളായും കുന്തങ്ങൾ വായ്ക്കത്തിയായും മാറുന്നു. എന്ന് പറഞ്ഞാൽ, ജീവൻ അപഹരിക്കുന്ന സംഘടനത്തിൻ്റെ ആയുധങ്ങൾ ജീവൻ നിലനിർത്തുന്ന കൃഷിയുടെ ഉപാധികളായി മാറുന്നു. ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കുള്ള ഈ നാളുകളിൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിതം മാറിയാൽ മാത്രമേ 25 രാത്രി മാലാഖമാർ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിയത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയുള്ളൂ. നമ്മുടെ ക്രിസ്മസ് അർത്ഥവത്താവുകയുള്ളൂ. അതിനാൽ ആത്മാവിൽ സമാധാനം നേടാൻ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർന്ന പർവ്വതമാക്കാം. അവനിലേക്ക് നമ്മിലുള്ളതെല്ലാം ഒഴുകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.